ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡു ഡസ് ഡിഡ് എങ്ങനെ ശരിയായി ഉപയോഗിക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഡു ഡസ് ഡിഡ് ഉപയോഗിക്കുന്നതിന് മുന്നേ അത് ഏത് ടെൻസിലാണ് നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് കൂടി അറിയണം. ഡൂവും ഡസും പ്രസൻറ്റ് ടെൻസിലും ഡിഡ് നമ്മൾ പാസ്റ്റ് ടെൻസിലുമാണ് ഉപയോഗിക്കുന്നത്. അതായത് പറയുന്ന കാര്യം അല്ലെങ്കിൽ സെൻറ്റൻസ് പാസ്റ്റ് ടെൻസിലാണെങ്കിൽ ഡിഡും, പറയുന്ന കാര്യം അല്ലെങ്കിൽ സെൻറ്റൻസ് പ്രസൻറ്റ് ടെൻസിലാണെങ്കിൽ ഡു അല്ലെങ്കിൽ ഡസ്സുമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ തന്നെ നമുക്കൊരു കൺഫ്യൂഷൻ വന്നു. പ്രസൻറ്റ് ടെൻസിൽ ഡു അല്ലെങ്കിൽ ഡസ് എന്നാണ് പറഞ്ഞത്. അതെങ്ങനെയാണ് ഡു അല്ലെങ്കിൽ ഡസ്? ഇവിടെ നമ്മൾ സബ്ജക്റ്റിന് പ്രാധാന്യം കൊടുക്കണം. അതായത് സബ്ജക്റ്റ് ഹി, ഷീ, ഇറ്റ് അല്ലെങ്കിൽ സിംഗുലർ നൗൺ ആണെങ്കിൽ അവിടെ നമ്മൾ ഡസ്സും, സബ്ജക്റ്റ് ഐ, യു, വി, ദേ അല്ലെങ്കിൽ പ്ലൂറൽ നൗൺ ആണെങ്കിൽ നമ്മൾ ഡൂവുമാണ് ഉപയോഗിക്കുന്നത്. ഞാൻ ഒന്നുകൂടി പറയാം. പ്രസൻറ്റ് ടെൻസിൽ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ നമ്മൾ ഡസ്സും, പ്രസൻറ്റ് ടെൻസിൽ സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ അവിടെ നമ്മൾ ഡുവുമാണ് ഉപയോഗിക്കുന്നത്. സെൻറ്റൻസ് പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ നമ്മൾ ഡിഡാണ് യൂസ് ചെയ്യുക. സബ്ജക്റ്റ് ഏതാണെങ്കിലും എന്ത് തന്നെ യൂസ് ചെയ്യുള്ളൂ? ഡിഡ് തന്നെ യൂസ് ചെയ്യുള്ളൂ. ഐ, യു, വി, ദേ പ്ലൂറൽ നൗണോ, ഹി, ഷീ, ഇറ്റ് സിംഗുലർ നൗണോ എന്ത് തന്നെയാണെങ്കിലും സെൻറ്റൻസ് പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ നമ്മളവിടെ ഡിഡ് മാത്രമാണ് യൂസ് ചെയ്യുക. സിംഗുലർ നൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു സാധനം, അതായത് ഡോഗ്, ബോയ്, ഗേൾ, സ്കൂൾ എന്നിങ്ങനെ. ഇനി പ്ലൂറൽ നൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോർ ദാൻ വൺ പേഴ്സൺ. അപ്പോൾ ഡോഗ്സ്, ബോയ്സ്, ഗേൾസ്, സ്കൂൾസ് എന്നിങ്ങനെ. ഡു ഡസ് ഡിഡിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള യൂസേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേക്കിംഗ് നെഗറ്റീവ് സെൻറ്റൻസസ് ആണ്. മേക്കിംഗ് നെഗറ്റീവ് സെൻറ്റൻസസ്, അതായത് ഒരു പോസിറ്റീവ് സെൻറ്റൻസിനെ നെഗറ്റീവ് സെൻറ്റൻസ് ആക്കാനാണ് ഡു ഡസ് ഡിഡ് മെയിനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. ഇംഗ്ലീഷിൽ നമുക്ക് ഒരു പോസിറ്റീവ് സെൻറ്റൻസിനെ നെഗറ്റീവ് സെൻറ്റൻസ് ആക്കുന്നത് തന്നിരിക്കുന്ന സെൻറ്റൻസിലെ ഹെൽപ്പിംഗ് വെർബിൻ്റെ കൂടെ നോട്ട് ചേർത്തുകൊണ്ടാണ്. എന്നാൽ ചില സാഹചര്യത്തിൽ സെൻറ്റൻസിൻ്റെ കൂടെ എന്തുണ്ടാകാറില്ല? ഹെൽപ്പിംഗ് വെർബ് അല്ലെങ്കിൽ സഹായക ക്രിയ ഉണ്ടാകാറില്ല. ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ ഈ ഡൂവിൻ്റെ ഫോംസ് ആണ് അവിടെ ഹെൽപ്പിംഗ് വെർബായിട്ട് യൂസ് ചെയ്യുന്നത്. പറയുമ്പോൾ കൺഫ്യൂഷനൊന്നും വേണ്ട, നമുക്ക് എക്സാമ്പിൾ നോക്കാം. അപ്പോൾ കുറച്ചുകൂടി ഈസി ആയിട്ട് മനസ്സിലാവും. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഐ ലൈക്ക് ചോക്ലേറ്റ്സ്. ഐ ലൈക്ക് ചോക്ലേറ്റ്സ്. ഇതൊരു പോസിറ്റീവ് സെൻറ്റൻസാണ്. ഇപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞു, പോസിറ്റീവ് സെൻറ്റൻസിനെ നെഗറ്റീവ് ആക്കാൻ വേണ്ടി തന്നിരിക്കുന്ന സെൻറ്റൻസിലെ ഹെൽപ്പിംഗ് വെർബ് അല്ലെങ്കിൽ സഹായക ക്രിയയോടുകൂടി നോട്ട് ചേർത്താൽ മതി. എന്നാൽ ഈ സെൻറ്റൻസിൽ ഒരു സഹായക ക്രിയ ഇല്ല. ഐ ലൈക്ക് ചോക്ലേറ്റ്, ലൈക്ക് എന്ന മെയിൻ വെർബ് മാത്രമേ ഉള്ളൂ. ഇത്തരം സാഹചര്യത്തിലാണ് നമ്മൾ ഡു ഡസ് ഡിഡ് യൂസ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ആദ്യം തന്നെ സെൻറ്റൻസ് ഏത് ടെൻസിലാണെന്ന് നോക്കണം. സെൻറ്റൻസ് പ്രസൻറ്റിലാണോ പാസ്റ്റിലാണോ എന്ന്. ഞാൻ ഓൾറെഡി പറഞ്ഞു, സെൻറ്റൻസ് പ്രസൻറ്റിലാണെങ്കിൽ ഡു അല്ലെങ്കിൽ ഡസ്സും, സെൻറ്റൻസ് പാസ്റ്റിലാണെങ്കിൽ നമ്മൾ ഡിഡുമാണ് യൂസ് ചെയ്യുന്നത്. സെൻറ്റൻസ് പ്രസൻറ്റിലാണല്ലേ. ഐ ലൈക്ക് ചോക്ലേറ്റ്, ലൈക്ക് എന്നുള്ള വെർബ് V1-ലാണ്. നെക്സ്റ്റ് വൺ ഡു അല്ലെങ്കിൽ ഡസ് യൂസ് ചെയ്യാമെന്നാണ്. അപ്പോൾ സബ്ജക്റ്റ് ഏതാണെന്ന് നോക്കണം. ഇവിടെ സബ്ജക്റ്റ് ഐ ആണ് തന്നിരിക്കുന്നത്. ഐൻ്റെ കൂടെ നമ്മൾ ഡു ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇതിനെ നെഗറ്റീവ് ആക്കുന്നത്? ഐ ഡു നോട്ട് ലൈക്ക് ചോക്ലേറ്റ്സ്. ഐ ഡു നോട്ട് ലൈക്ക് ചോക്ലേറ്റ്സ്. വളരെ സിമ്പിളാണ്. ഒരു എക്സാമ്പിളും കൂടി നോക്കാം. അതായത് ഈ ഐ എന്ന സബ്ജക്റ്റിന് പകരം അവിടെ ഷീ സിംഗുലർ സബ്ജക്റ്റ് ആയിരുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ സെൻറ്റൻസ് എങ്ങനെ മാറും? ഷീ ലൈക്സ് ചോക്ലേറ്റ്സ്. ഷീ ലൈക്സ് ചോക്ലേറ്റ്സ്. അപ്പോൾ ഇതിന് നെഗറ്റീവ് ആക്കുന്നത് ഷീ ഡസ് നോട്ട് ലൈക്ക് ചോക്ലേറ്റ്സ്. ഷീ ഡസ് നോട്ട് ലൈക്ക് ചോക്ലേറ്റ്സ്. എന്തുകൊണ്ടാണ് ഡസ് വന്നത്? സബ്ജക്റ്റ് സിംഗുലർ ആണ്, സെൻറ്റൻസ് പ്രസൻറ്റിലാണ്. ഇനി ഇവിടെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. സെൻറ്റൻസ് പറയുമ്പോൾ ഞാൻ ലൈക്സ് എന്നാണ് പറഞ്ഞത്. എന്നാൽ നെഗറ്റീവിലേക്ക് ആക്കിയപ്പോൾ ഡസ് നോട്ട് ലൈക്ക് എന്നാണ് പറഞ്ഞത്. അതായത് ഡസ് ഉപയോഗിക്കുമ്പോൾ പിന്നെ നമ്മൾ വെർബിൻ്റെ കൂടെ
എസ് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. സെൻറ്റൻസിൽ ഡസ് യൂസ് ചെയ്യുമ്പോൾ വെർബിൻ്റെ കൂടെ പിന്നെ നമ്മൾ എസ് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് 1-2 എക്സാമ്പിൾസ് കൂടി നോക്കാം. ദ ബോയ് പ്ലേസ് ക്രിക്കറ്റ്. ദ ബോയ് പ്ലേസ് ക്രിക്കറ്റ് പോസിറ്റീവ് സെൻറ്റൻസ് ആണ്. ഇതിനെ എങ്ങനെ നെഗറ്റീവ് ആക്കും? ദ ബോയ് ഡസ് നോട്ട് പ്ലേ ക്രിക്കറ്റ്. ദ ബോയ് ഡസ് നോട്ട് പ്ലേ ക്രിക്കറ്റ്. സെൻറ്റൻസ് പ്രസൻറ്റ് ടെൻസിലാണ്. ദ ബോയ് എന്നുള്ളത് ഒരു സിംഗുലർ നൗൺ ആണ്. അതുകൊണ്ടാണ് എന്ത് ഡസ് യൂസ് ചെയ്തത്. ദ ബോയ്സ് പ്ലേ ക്രിക്കറ്റ്. ദ ബോയ്സ് പ്ലേ ക്രിക്കറ്റ്. ഇവിടെ സെൻറ്റൻസ് വീണ്ടും പ്രസൻറ്റ് ടെൻസിലാണ്. പക്ഷേ സബ്ജക്റ്റ് എന്താണ്? പ്ലൂറൽ നൗൺ ആണ്, ബോയ്സ് എന്നാണ്. അപ്പോൾ നമ്മൾ ഏത് ഹെൽപ്പിംഗ് വെർബാണ് യൂസ് ചെയ്യുക? ഡു ആണ്. ദ ബോയ്സ് ഡു നോട്ട് പ്ലേ ക്രിക്കറ്റ്. ദ ബോയ്സ് ഡു നോട്ട് പ്ലേ ക്രിക്കറ്റ്. ഷീ റൈറ്റ്സ് എവറി ഡേ. ഷീ എന്നുള്ളത് സിംഗുലർ ആണ്. സെൻറ്റൻസ് പ്രസൻറ്റ് ടെൻസിലാണ്. ഹെൽപ്പിംഗ് വെർബ് ഒന്നുമില്ല. അപ്പോൾ നമ്മൾ ഇതിനെ നെഗറ്റീവ് ആക്കുന്നത് ഷീ ഡസ് നോട്ട് റൈറ്റ് എവറി ഡേ എന്നാണ്. ഷീ ഡസ് നോട്ട് റൈറ്റ് എവറി ഡേ. ദേ റൈറ്റ് എവറി ഡേ. ദേ റൈറ്റ് എവറി ഡേ. ഈസിയാണ് നെഗറ്റീവ് ആക്കുന്നത്. ദേ ഡു നോട്ട് റൈറ്റ് എവറി ഡേ. ദേ ഡു നോട്ട് റൈറ്റ് എവറി ഡേ. എന്നാൽ സെൻറ്റൻസ് ദ ബോയ്സ് പ്ലേഡ് ക്രിക്കറ്റ്. ദ ബോയ്സ് പ്ലേഡ് ക്രിക്കറ്റ് എന്നാണെന്ന് വിചാരിക്കാം. അതായത് നമുക്കറിയാം പ്ലേഡ് എന്നുള്ളത് V2 ഫോമിലാണ്. അപ്പോൾ സെൻറ്റൻസ് എന്താണ്? പാസ്റ്റ് ടെൻസിലാണ്. ഈ സെൻറ്റൻസിനെ എങ്ങനെ നമ്മൾ നെഗറ്റീവ് ആക്കും? ഇവിടെ നമുക്ക് ഡിഡ് എന്ന സഹായക ക്രിയ യൂസ് ചെയ്യാം. ദ ബോയ്സ് ഡിഡ് നോട്ട് പ്ലേ ക്രിക്കറ്റ്. ദ ബോയ്സ് ഡിഡ് നോട്ട് പ്ലേ ക്രിക്കറ്റ്. ഇവിടെയും ഒരു കാര്യം ശ്രദ്ധിക്കണം. പ്ലേഡ് എന്നുള്ളത് ED ചേർത്താൻ ഞാൻ പറഞ്ഞത്. പക്ഷെ നെഗറ്റീവിലാക്കുമ്പോൾ ഡിഡ് യൂസ് ചെയ്യുന്നത് കൊണ്ട് വീണ്ടും വെർബിനെ നമ്മൾ V2 ആക്കണ്ട. പ്ലേ എന്ന് മാത്രം തന്നെ പറഞ്ഞാൽ മതി. ഒരു എക്സാമ്പിൾ കൂടി നോക്കാം. ഷീ ലൈക്ഡ് ഹണി. ഷീ ലൈക്ഡ് ഹണി എങ്ങനെ നെഗറ്റീവ് ആക്കും? ഷീ ഡിഡ് നോട്ട് ലൈക്ക് ഹണി. ഷീ ഡിഡ് നോട്ട് ലൈക്ക് ഹണി. അതായത് സെൻറ്റൻസ് പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ സബ്ജക്റ്റ് സിംഗുലറോ പ്ലൂറലോ ആയിക്കോട്ടെ, നമ്മൾ എന്ത് മാത്രമേ യൂസ് ചെയ്യൂ? ഡിഡ് മാത്രമേ യൂസ് ചെയ്യൂ. ഡിഡ് യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വെർബിന് പിന്നെ നമ്മൾ V2ലേക്ക് ആക്കണ്ട, V1ൽ തന്നെ പറഞ്ഞാൽ മതി. ലൈക്ക്, പ്ലേ എന്നിങ്ങനെ. ഞാനിപ്പോൾ എല്ലാ സെൻറ്റൻസിലും ഡസ് നോട്ട്, ഡിഡ് നോട്ട്, ഡു നോട്ട് എന്നിങ്ങനെയാണ് പറഞ്ഞത്. എന്നാൽ ഇപ്പോൾ നമ്മൾ പറയുമ്പോഴും എഴുതുമ്പോഴും ഇത്ര എക്സ്പാൻഡ് ചെയ്ത് പറയണ്ട. ഡസിൻറ്റ്, ഡോണ്ട്, ഡിൻറ്റ് എന്നൊക്കെ പറഞ്ഞാൽ മതി. നമുക്ക് ഇൻറ്റോറഗേറ്റീവ് സെൻറ്റൻസുകൾ അറിയാമല്ലേ? ഇൻറ്റോറഗേറ്റീവ് സെൻറ്റൻസുകൾ എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ രൂപത്തിലുള്ള സെൻറ്റൻസുകൾ. അത് യെസ് ഓർ നോ ക്വസ്റ്റ്യൻസും ഉണ്ട്, WH ക്വസ്റ്റ്യൻസും ഉണ്ട്. ഇതിൽ യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാനും നമുക്ക് എന്ത് ഉപയോഗിക്കാം? ഈ ഡൂൻ്റെ ഫോംസ് യൂസ് ചെയ്യാം. ഒരു എക്സാമ്പിൾ നോക്കാം. ഐ ലുക്ക് ബ്യൂട്ടിഫുൾ ഇൻ ദിസ് ഡ്രസ്. ഐ ലുക്ക് ബ്യൂട്ടിഫുൾ ഇൻ ദിസ് ഡ്രസ്. ഇതിനെ നമ്മൾ ക്വസ്റ്റ്യൻ്റെ രൂപത്തിലേക്ക്, യെസ് ഓർ നോ ക്വസ്റ്റ്യൻ്റെ രൂപത്തിലേക്ക് മാറ്റാണ്. വേറെ ഒന്നും ചെയ്യണ്ട. ഈ ഐൻ്റെ മുന്നിൽ ഒരു ഡു ചേർത്ത് കൊടുത്താൽ മതി. ഡു ഐ ലുക്ക് ബ്യൂട്ടിഫുൾ ഇൻ ദിസ് ഡ്രസ്. എന്തുകൊണ്ടാണ് ഡു ചേർത്തത്? സെൻറ്റൻസ് പ്രസൻ്റ് ആണ്. ഐൻ്റെ കൂടെ നമ്മൾ എന്താണ് യൂസ് ചെയ്യുക? ഡു. വേറൊരു എക്സാമ്പിൾ നോക്കാം. ഷീ സ്പീക്സ് ഫ്രഞ്ച്. ഷീ സ്പീക്സ് ഫ്രഞ്ച് എങ്ങനെ ക്വസ്റ്റ്യൻ ആക്കും? ഷീൻ്റെ മുന്നിൽ ഒരു ഡസ് ചേർത്ത് കൊടുക്കുക. ഡസ് ഷീ സ്പീക്ക് ഫ്രഞ്ച്. ഡസ് ഷീ സ്പീക്ക് ഫ്രഞ്ച്. വളരെ ഈസിയാണ്. 1-2 എക്സാമ്പിൾ കൂടി നമുക്ക് നോക്കാം. ദേ ലൈക്ക് ജമ്പിങ്. ദേ ലൈക്ക് ജമ്പിങ് എങ്ങനെ ക്വസ്റ്റ്യൻ ആക്കും? ഡു ദേ ലൈക്ക് ജമ്പിങ്. ഡു ദേ ലൈക്ക് ജമ്പിങ്. ദേ എന്നുള്ളത് ഒരു പ്ലൂറൽ സബ്ജക്റ്റ് ആണ്. അതുകൊണ്ട് നമ്മൾ ഡു ആണ് യൂസ് ചെയ്തത്. യു ലൈക്ക് ഐസ്ക്രീം. യു ലൈക്ക് ഐസ്ക്രീം എങ്ങനെ ക്വസ്റ്റ്യനിലേക്ക് മാറ്റാം? ഡു യു ലൈക്ക് ഐസ്ക്രീം. ഡു യു ലൈക്ക് ഐസ്ക്രീം. വളരെ ഈസിയാണല്ലേ? ഇനി വേറൊരു സെൻറ്റൻസ് നോക്കാം. ഷീ ഫിനിഷ്ഡ് ഹെർ വർക്ക്. ഷീ ഫിനിഷ്ഡ് ഹെർ വർക്ക്. ഇവിടെ സെൻറ്റൻസ് എന്താണ്? പാസ്റ്റ് ടെൻസിലാണ്. അപ്പം നമ്മൾ ഏതാ ഉപയോഗിക്കുക? ഡിഡ്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ രൂപത്തിലേക്കാക്കാം.
ഡിഡ് ഷീ ഫിനിഷ് ഹെർ വർക്ക്? ഡിഡ് ഷീ ഫിനിഷ് ഹെർ വർക്ക്? ഷീ വെൻറ്റ് ടു ദി ഓഫീസ്. ഷീ വെൻറ്റ് ടു ദി ഓഫീസ്. ഡിഡ് ഷീ ഗോ ടു ദി ഓഫീസ്? ഡിഡ് ഷീ ഗോ ടു ദി ഓഫീസ്? ഇവിടെ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം. സെൻറ്റൻസ് പാസ്റ്റ് ടെൻസിലായിരിക്കും. ക്വസ്റ്റ്യൻ രൂപത്തിലേക്ക് മാറ്റുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ പിന്നെ നമ്മൾ V2 കണ്ടിന്യൂ ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ വെൻറ്റ് എന്നുള്ളത് ഗോ എന്ന വെർബിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ്. അപ്പോൾ ഡിഡ് യൂസ് ചെയ്യുമ്പോൾ പിന്നെ വീണ്ടും നമ്മൾ വെൻറ്റ് റിപ്പീറ്റ് ചെയ്യില്ല. V1ലുള്ള ഗോ ആണ് യൂസ് ചെയ്യുക. ഇത്തരം യെസ് ഓർ നോ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ നമ്മൾ എങ്ങനെയാണ് പറയുക? യെസ് അല്ലെങ്കിൽ നോ. എന്നാൽ ആ ആൻസർ കുറച്ചുകൂടി നീട്ടി പറയണമെന്ന് വിചാരിക്കാം. അവിടെയും നമുക്ക് എന്ത് ഉപയോഗിക്കാം? ഡു, ഡസ്, ഡിഡ് ഉപയോഗിക്കാം. ഒരു എക്സാമ്പിൾ പറയാം. ഡസ് ഷീ സ്പീക്ക് ഫ്രഞ്ച്? ഡസ് ഷീ സ്പീക്ക് ഫ്രഞ്ച്? ആൻസർ എങ്ങനെ പറയാം? യെസ് അല്ലെങ്കിൽ നോ എന്ന് പറയാം. ഇനി കുറച്ചുകൂടി ലെങ്തി ആയിട്ട് പറയണമെങ്കിൽ യെസ് ഷീ ഡസ് അല്ലെങ്കിൽ നോ ഷീ ഡസൻറ്റ് എന്ന് പറയാം. യെസ് ഷീ ഡസ് എന്ന് പറയാം അല്ലെങ്കിൽ നോ ഷീ ഡസൻറ്റ് എന്ന് പറയാം. ഡിഡ് ഷീ ഫിനിഷ് ഹെർ വർക്ക്? ഇതിൻ്റെ ആൻസർ യെസ് ഓർ നോ പറയാം. കുറച്ചുകൂടി നീട്ടി പറയണമെങ്കിൽ യെസ് ഷീ ഡിഡ് അല്ലെങ്കിൽ നോ ഷീ ഡിൻറ്റ്. ഇവിടെയും നമുക്ക് ഡു, ഡസ്, ഡിഡ് യൂസ് ചെയ്യാം. ഇനി ഞാൻ വേറൊരു സെൻറ്റൻസ് പറയാം. ഷീ ക്യാൻ റീഡ് ഇംഗ്ലീഷ്. ഷീ ക്യാൻ റീഡ് ഇംഗ്ലീഷ്. ഈ സെൻറ്റൻസിനെ നമ്മളെങ്ങനെ നെഗറ്റീവ് ആക്കും? ഇവിടെ നോക്കണം. റീഡ് എന്ന മെയിൻ വെർബിന് മുന്നേ ക്യാൻ എന്ന മോഡൽ വെർബ് തന്നിട്ടുണ്ട്, മോഡൽ ഓക്സിലറി. ഇത്തരം സാഹചര്യങ്ങളിൽ തന്നിരിക്കുന്ന സഹായക ക്രിയ തന്നെ വെച്ചുകൊണ്ട് നമ്മൾ നെഗറ്റീവ്സും ക്വസ്റ്റ്യൻസും ഫോം ചെയ്യണം. അതായത് ഷീ ക്യാൻ റീഡ് ഇംഗ്ലീഷ് എന്ന സെൻറ്റൻസിനെ ഷീ കാൺഡ് റീഡ് ഇംഗ്ലീഷ് എന്നാക്കിയാൽ മതി. ഷീ കാൺഡ് റീഡ് ഇംഗ്ലീഷ്. ഇനി എങ്ങനെ ക്വസ്റ്റ്യൻ ആക്കും? ക്യാൻ ഷീ റീഡ് ഇംഗ്ലീഷ്? ക്യാൻ ഷീ റീഡ് ഇംഗ്ലീഷ്? ഒരു എക്സാമ്പിളും കൂടി നോക്കാം. ഷീ വുഡ് ലൈക്ക് കോഫി. ഷീ വുഡ് ലൈക്ക് കോഫി. എങ്ങനെ നെഗറ്റീവ് ആക്കും? ഷീ വുഡിൻറ്റ് ലൈക്ക് കോഫി. ഷീ വുഡിൻറ്റ് ലൈക്ക് കോഫി. വുഡ് ഷീ ലൈക്ക് കോഫി? കണ്ടോ, ആ വുഡിനെ തന്നെ എടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ക്വസ്റ്റ്യൻ ആക്കുന്നത്. വുഡ് ഷീ ലൈക്ക് കോഫി. ഇംഗ്ലീഷിൽ ഒരുപാട് മോഡൽ വെർബ്സ് ഉണ്ട്. ക്യാൻ, കുഡ്, വിൽ, വുഡ്, ഷാൽ, ഷുഡ്, മേ, മൈറ്റ്, മസ്റ്റ് എന്നിങ്ങനെ. അപ്പോൾ ഇത്തരം വേർഡ്സ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ ആ വേർഡ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമ്മൾ നെഗറ്റീവ് ഫോം ചെയ്യുക, ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കണം. ഇനി ചില സെൻറ്റൻസുകളിൽ ബിയുടെ ഫോംസ് ആയിരിക്കും തന്നിട്ടുണ്ടാവുക. ബിയുടെ ഫോംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസ്, ആം, ആർ, വാസ്, വെർ എന്നിങ്ങനെ. ഇവിടെയും നമ്മൾ തന്നിരിക്കുന്ന ബിയുടെ ഫോംസ് വെച്ചുകൊണ്ട് തന്നെ നെഗറ്റീവ്സും ക്വസ്റ്റ്യൻസും ഫോം ചെയ്യണം. ഒരു എക്സാമ്പിൾ നോക്കാം. ഷീ ഈസ് എ ടീച്ചർ. ഷീ ഈസ് എ ടീച്ചർ. എങ്ങനെ നെഗറ്റീവ് ആക്കും? ഈസിയാണ്. ഈസ് എന്നുള്ളത് അവിടെ ഓൾറെഡി തന്നിട്ടുണ്ട്. ഷീ ഈസ് നോട്ട് എ ടീച്ചർ. ഷീ ഈസ് നോട്ട് എ ടീച്ചർ. അതിനെ എങ്ങനെ ക്വസ്റ്റ്യനിലേക്ക് ആക്കാം? ആ ഈസിനെ സബ്ജക്റ്റിന് മുന്നിലേക്ക് എടുത്താൽ മതി. ഈസ് ഷീ എ ടീച്ചർ? ഈസ് ഷീ എ ടീച്ചർ? അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഡു, ഡസ്, ഡിഡ് എങ്ങനെ യൂസ് ചെയ്യാം എന്നാണ്. വീഡിയോ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.